വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ടൈം സ്ക്വയർ എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒന്നുകൂടെ അവിടം വരെ പോവാം. പക്ഷേ ഇന്ന് ഡേ ടൈമിലാണ് പോകുന്നത്. പോകുന്നതിന് മുന്നേ ഞങ്ങൾ വെസൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐക്കോണിക് സ്ട്രക്ചറും കാണാൻ പോകുന്നുണ്ട്. ഞങ്ങൾ ഇപ്പോൾ പോകുന്നതാണ് വിസൽ. വെസലിലോട്ടല്ലേ പോകുന്നത്. ന്യൂയോർക്കിലെ ഓരോ മുക്കും മൂലയും അരച്ച് കലക്കി കുടിച്ച ആളുടെ കൂടെയാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത്. ഞങ്ങൾ ഇറങ്ങിയ സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം ഒരു 20 മിനിറ്റ്സ് നടന്നിട്ട് വേണം ഞാൻ ആ പറഞ്ഞ സ്ട്രക്ചറിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ദിസ് ഈസ് ഹർ ഓഫീസ്. ദിസ് ലേഡീസ് ഓഫീസ് ഇസ് ദിസ് മൊയ്നിഹാൻ. അങ്ങനെ തന്നെയാണോ പറയേണ്ടത്? മൊയ്നിഹാൻ ഇതല്ലേ? ഞങ്ങളിങ്ങനെ ചിരിച്ചും കാര്യമൊക്കെ പറഞ്ഞ് നടന്നു വരുന്ന വഴി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു 1.5 കാറ്റ് വീശിയത്. നല്ല കാറ്റ്. ഇതാടി കൊടുക്കാറ്റാണോ? എവിടെടി? ഇതാണ് ദ വെരി ഫേമസ് ലാൻഡ്മാർക്ക് ആയിട്ടുള്ള വെസൽ. ഹഡ്സൺ യാർഡ്സിലാണ് ഈ ഒരു ലാൻഡ്മാർക്ക് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഒരു ഹണി കോം സ്ട്രക്ചറിലാണ്. ഞാൻ ലാസ്റ്റ് ടൈം വിസിറ്റ് ചെയ്തത് നൈറ്റ് ടൈമിലായിരുന്നു. അതുപോലെ തന്നെ ക്രിസ്മസ് ടൈം ആയിരുന്നുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ ഭംഗിയായിരുന്നു ഈ ഒരു പ്ലേസിന്. അവിടുന്ന് ഞങ്ങൾ നേരെ തൊട്ടടുത്തുള്ള ഫേമസ് സ്റ്റേഷനിലേക്കാണ് പോയത്. ഈ കാണുന്നതാണ് വൺ ഓഫ് ദ ലോങ്സ്റ്റ് എസ്കലേറ്റർ ഇൻ ദ ന്യൂയോർക്ക് സിറ്റി. ഇത് 34th സ്ട്രീറ്റ് ഹഡ്സൺ യാർഡ് സബ്വേ സ്റ്റേഷനിലുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ എൻ്റെ മെയിൻ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ടൈം സ്ക്വയറിലെത്തി. ഈ കാണാൻ പോകുന്നതാണ് ഇവിടുത്തെ ഡേ ടൈം കാഴ്ചകൾ. ഞാൻ എത്ര പ്രാവശ്യം ചെന്നാലും എനിക്ക് അവിടെ എത്തുമ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. അങ്ങനെ ഈ തവണത്തെ എൻ്റെ ന്യൂയോർക്ക് വിസിറ്റിന് ആവശ്യമായിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ തൊട്ടടുത്തുള്ള സ്റ്റാർബക്സിലേക്കാണ് പോയത്. വൈ, അതായത് സമാധാനത്തോടെ എനിക്ക് ഫോൺ ചാർജ് ചെയ്യാം, അതിൻ്റെ കൂടെ തന്നെ വിശപ്പകറ്റാനുള്ള കാര്യങ്ങളൊക്കെ മേടിച്ച് കഴിക്കാം. അങ്ങനെ ഞങ്ങൾ അവിടെ ഫുഡും ഒക്കെ കഴിച്ച് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. അതിനുശേഷം ഞങ്ങൾ പുറത്തിറങ്ങി. അങ്ങനെ നടന്നു വരുന്ന വഴിയാണ് ഇന്നലെ നോട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോയത്. യഥാർത്ഥത്തിൽ ഞാൻ പോർട്രേറ്റ് വരയ്ക്കാൻ വേണ്ടി അത്ര സന്തോഷത്തോടെ ഇരുന്ന് കൊടുത്തത്. പക്ഷേ അയാൾ വരച്ചത് എനിക്ക് കാരിക്കേച്ചർ ആയിരുന്നു. അതിൽ സങ്കടപ്പെട്ടു പോകുന്ന എന്നെയാണ് ഈ കാണുന്നത്. കാരണം ലാസ്റ്റ് ടൈം ന്യൂയോർക്ക് വന്നപ്പോൾ ഇതേ അബദ്ധം എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. വീണ്ടും അത് തന്നെ പറ്റി. ഇതൊക്കെ ഞാൻ എത്ര കണ്ടിരിക്കുന്നു എന്നുള്ള ഭാവത്തിൽ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. ഓൺ ദ വേയിൽ ഡിന്നറും ഒക്കെ വാങ്ങിച്ചിട്ടാണ് പോയത്. ഇതോടെ എൻ്റെ ന്യൂയോർക്ക് ട്രിപ്പ് അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.